കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BNSS 144മായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. ഈ ഒരു വിധിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ മെയിൻ്റനൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ജോലി ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. താൽക്കാലികമായിട്ടുള്ള ഒരു ജോലി ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭർത്താവ് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് താൽക്കാലികമായി ഒരു ജോലി ലഭിച്ചു. ആൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കുവാനും വസ്ത്രം മേടിക്കുവാനും മറ്റ് ആരോഗ്യ പരിപാലനങ്ങൾ നടത്തുവാനുമായിട്ടുള്ള പണം ആ ഒരു ടെമ്പററി ജോബിൽ നിന്നും അവർക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും കാര്യമായിട്ടുള്ള കുറവ് വരുത്തണം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതിയിൽ കേസായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടി ആയിട്ട് കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ഓക്കെയാണ്, ഭാര്യയ്ക്ക് താൽക്കാലികമായിട്ടുള്ള ജോലി ലഭിച്ചു എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ ഭർത്താവിൻ്റെ വരുമാനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ താൽക്കാലിക ജോലിയുടെ വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ കുറഞ്ഞ ഈ ഒരു തുക വെച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ ഇൻകവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഈ ഒരു തുക കൊണ്ട് ഒരു കാരണവശാലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒറ്റ കാരണം കൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യണം, താൽക്കാലിക ജോലി ഭാര്യയ്ക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ പോലും മെയിൻ്റനൻസ് കൊടുക്കുവാനായിട്ടുള്ള ബാധ്യത ഭർത്താവിനുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ് കോടതിയുടെ വിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.